ഹലോ ഗായ്സ്, എല്ലാവർക്കും സുഖമല്ലേ? നമുക്ക് പെട്ടെന്ന് ഒരു ഗെറ്റ് റെഡി വിത്ത് മീ കണ്ടാലോ? പാലുകാച്ചിന് പോകാനാണ് ഗൈസ്. അപ്പോൾ ഞാൻ സ്കിൻ കെയർ ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ സെറ്റപ്പിൻ്റെ മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ ഇപ്പോൾ കാണിക്കുന്ന പ്രോഡക്റ്റ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും. കാരണം നിങ്ങൾക്ക് മേക്കപ്പ് പ്രോഡക്റ്റ്സ് ഒക്കെ ഇട്ട് വയ്ക്കാനായിട്ടുള്ള ചെറിയൊരു ബോക്സാണ്. ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് ഗൈസ് പർച്ചേസ് ചെയ്തത്. നല്ല ക്വാളിറ്റി അത്യാവശ്യം സാധനങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട്. പ്രോഡക്റ്റിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം. നമ്മൾ വിഷയത്തിൽ നിന്ന് ചെറുതായിട്ടും തെന്നി മാറിയിട്ടുണ്ട്. പക്ഷെ എന്നാലും ഒരു തലതിരിഞ്ഞ ഗെറ്റ് റെഡി വിത്ത് മീ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. എല്ലാം തലതിരിഞ്ഞാണ് ഗൈസ് ഞാൻ ചെയ്തിട്ടുള്ളത്. ആദ്യം തന്നെ ഞാൻ ഫൗണ്ടേഷൻ ഇട്ടുകൊടുക്കുന്നതിന് പകരം ഐ മേക്കപ്പിലോട്ടാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ആദ്യം ഈ രണ്ട് ഷെയ്ഡ് ഒരുമിച്ച് മിക്സ് ചെയ്തിടാം എന്ന രീതിക്കാണ് ഞാൻ ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളത്. ഡ്രസ്സിന് കുറച്ച് മാച്ചാവണമല്ലോ. അപ്പോൾ ഈ ഡ്രസ്സ് ഞാൻ നേരത്തെ ഇട്ടിട്ടുള്ളതാണ്. അപ്പോൾ ഐ മേക്കപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബ്രഷൊന്നും എല്ലായിടത്തും ചെയ്യുന്നത് കൈകൊണ്ടാണ് നല്ലത്. ഐബ്രോസ് ഒന്നും ചെയ്യുന്നില്ല, കാരണം ഞാൻ ത്രെഡ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഐബ്രോസ് ഞാൻ ഒന്നും ചെയ്യുന്നില്ല. ഫോറെവറിൻ്റെ ഫൗണ്ടേഷനാണ്. നല്ല കവറിങ് ആണ് ഗൈസ്. സത്യം പറയല്ലോ, കുറച്ച് ലോങ് ലാസ്റ്റിംഗ് കൂടെയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പ്രൈമർ യൂസ് ചെയ്തിട്ടില്ല. അത്യാവശ്യം നല്ല കവറേജ് തരുന്നതുകൊണ്ട് തന്നെ ഞാൻ പ്രൈമർ ഇതിലോട്ട് യൂസ് ചെയ്തിട്ടില്ല. ഫൗണ്ടേഷൻ സെറ്റ് ആവാൻ വേണ്ടിയിട്ട് ഫിറ്റ്മിയുടെ സെറ്റിംഗ് പൗഡറാണോ ഞാൻ യൂസ് ചെയ്യുന്നത്. അത്യാവശ്യം കൊള്ളാം. അതൊക്കെ ഇട്ട് സെറ്റാക്കിയ ശേഷമാണ് ഗൈസ് ഞാൻ ലിപ്സ്റ്റിക് ഇടാൻ പോകുന്നത്. ഇപ്പോൾ ഞാൻ പുതിയ ഷെയ്ഡ് വാങ്ങിച്ചു. NYBയുടെ ഷെയ്ഡാണ്. പക്ഷെ അത് ഞാൻ വാങ്ങിച്ച് ഇത്തിരി ഷെയ്ഡ് മാറിപ്പോയി. എനിക്ക് വന്ന ന്യൂഡ് ഷെയ്ഡാണ്. അപ്പോൾ ഈ ന്യൂഡ് ഇതിനോട് ചേർന്ന് പോവാത്തത് കൊണ്ട് ഷുഗറിൻ്റെ ലിപ്സ്റ്റിക്കാണ്. ഇത് റെഡാണ്. അപ്പോൾ അത് കുറച്ച് ലൈറ്റാക്കിയാണ് ഗൈസ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ ലുക്ക് കംപ്ലീറ്റ് ആയി ഇരുന്നപ്പോഴാണ് ആലോചിച്ചത്, അയ്യോ കണ്ണെഴുതിയിട്ടില്ല. പിന്നെ കണ്ണെഴുതാനാണല്ലോ നമ്മുടെ ഡാസ്ലർ ഇരിക്കുന്നത്. ഡാസ്ലർ ഐലൈനറാണ് ഞാൻ എപ്പോഴും യൂസ് ചെയ്യാറുള്ളത്. അത് തന്നെയാണ് കേട്ടോ ഞാൻ വരച്ചു കൊടുക്കുന്നത്. ഇപ്പം വീഡിയോയിൽ നോക്കി വരയ്ക്കാൻ പറ്റാത്തതുകൊണ്ട് ക്യാമറ ജസ്റ്റ് ഒന്ന് ഓഫ് ചെയ്തിട്ടാണ് ഗൈസ് ഞാൻ വരച്ചു കൊടുത്തിരിക്കുന്നത്. എന്നാലും എനിക്ക് സെറ്റായിട്ട് കിട്ടുള്ളൂ. പിന്നെ ഇതാരാണെന്ന് അറിയണ്ടേ? എൻ്റെ രണ്ട് നാത്തൂന്മാരുടെ കുട്ടിമണികളാണ് ഗൈസ്. എൻ്റെ രണ്ടാമത്തെ നാത്തൂൻ ഈ വീഡിയോയിലോട്ട് അവസാനം വരുന്നുണ്ട് ഗൈസ്. എല്ലാവരും കാണാൻ മറക്കല്ലേ. അങ്ങനെ ഞങ്ങൾ ഹെയറിലോട്ട് കടന്നിരിക്കുന്നു. ഹെയർ എനിക്ക് അറിയാമല്ലോ. ഒന്നുകിൽ പഫ് അല്ലെ സൈഡ് പഫ്, ഇത് മാത്രമേ എനിക്ക് വരുള്ളൂ. അല്ലാതെ ഒരു ഹെയർ സ്റ്റൈലും എനിക്ക് വരില്ല ഗൈസ്. ഞാൻ ട്രൈ ചെയ്തിട്ടുമില്ല എൻ്റെ ഹെയറിൽ. അങ്ങനെ ഞാൻ ഓടിപ്പോയി എൻ്റെ മുടിയൊക്കെ കെട്ടി അടിപൊളിയെ സെറ്റായിട്ട് നിന്നിട്ടുണ്ട്. അപ്പോൾ ഫൈനൽ ലുക്ക് കണ്ടാലോ? നാത്തൂനും കൂടെ വിളിച്ച് നടത്തിയാണ് ഗൈസ് വീഡിയോ എടുക്കുന്നത്. നമ്മൾ രണ്ട് സെറ്റ് അല്ല, സെയിം കളറാണ് ഗൈസ്. അങ്ങനെ ഫൈനൽ ലുക്ക് ഇതാണ് ഗൈസ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.